യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. അവർ ഇല്ലായ്മയായാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ല. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണുമടക്കിക്കൊള്ളുക, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അനുഗ്രഹീതമായ നല്ല വചനത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടുന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം. അവിടുത്തെ വചനത്തിന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. ദൈവവചനത്തിന് ഞങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വചനമയച്ച് അങ്ങ് ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് രുചിച്ചറിയുവാൻ ദൈവം നൽകുന്ന ഭാഗ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുമാറാകണം യേശുവിൻ നാമത്തിൽ തന്നെ. 16-ാമത്തെ വാക്യം മാത്രം ഒന്നുകൂടെ ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ചേ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ ജനമേ, അനുഗ്രഹീതമായ നല്ല ദൈവശബ്ദത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രവാചകനായ യിരെമ്യാവ് പറയുകയാണ്, കരയാതെ വണ്ണം നിന്റെ ശബ്ദത്തെയും കണ്ണുനീർ വാർക്കാതെ വണ്ണം നിന്റെ കണ്ണും നീ എന്ത് ചെയ്യണം? അടക്കിക്കൊള്ളുക. ആമേൻ. നിന്റെ പ്രവൃത്തിക്ക് എൻ്റെ ദൈവം എന്ത് തരും? ഒരു പ്രതിഫലം തരുന്ന ദൈവമാണ്. ഈ രാത്രി വളരെ അനുഗ്രഹീതമായ ദൈവശബ്ദത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. കരയാതെ വണ്ണം നമ്മുടെ കണ്ണിനെ, ആമേൻ ആമേൻ, നാം നിലവിളിക്കാതെ വണ്ണം നമ്മുടെ ശബ്ദത്തെ, ആമേൻ, കാണുന്ന ഒരു ദൈവം നമുക്ക് പ്രതിഫലം തരുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഹൃദ്യമായി നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ബാലനായ യിരെമ്യാവ്, ആമേൻ, അമ്മയുടെ ഉദരത്തിനകത്ത് വച്ചു തന്നെ ആത്മീകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി സർവശക്തനായ ദൈവം വേർതിരിച്ച അനുഗ്രഹീതനായ അഭിഷക്തനാണ് യിരെമ്യാവ്. ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പ്രവാചകന്മാരോട്, പുരോഹിതന്മാരോട്, ആമേ സ്തോത്രം, രാജാക്കന്മാരോട് ഒക്കെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ആലോചന കൈമാറാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തനാണ് പ്രവാചകനായ യിരെമ്യാവ്. ഒന്നുകൂടെ പറയാം. ആമേൻ. അമ്മയുടെ ഉദരത്തിനകത്ത് അവൻ ഉരുവായപ്പോഴേ ദൈവപദ്ധതിക്ക് വേണ്ടി എൻ്റെ ദൈവം അവനെ തിരഞ്ഞെടുക്കുകയാണ്. അവൻ്റെ ബാല്യം മുതൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ഒരു പ്രവാചകനായി ദൈവം തന്നെ ഉപയോഗിക്കുന്ന കാഴ്ച ദൈവവചനത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ ജനമേ, ആമേൻ, ബാല്യം മുതൽ ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിക്കാൻ പദ്ധതിയിടുകയാണ്. ആമേൻ. ശക്തമായ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി ശക്തമായ ദൈവത്തിൻ്റെ ദൂത രാജാക്കന്മാരോടും പുരോഹിതന്മാരോടും, ആമേൻ, വാറ്റത്ത ജനത്തോടും വിളിച്ചു പറയാൻ, ആമേൻ, അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുത്താൻ, ജനത്തിന് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരേണ്ടതിന് ദൈവത്തിൻ്റെ ശബ്ദമായി, ദൈവത്തിൻ്റെ ആലോചനയായി ദൈവം യിരെമ്യാവിനെ ഉപയോഗിക്കുകയാണ്. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കൾ, ആമേൻ, മനസ്സ് തകർന്ന് ഹൃദയം നുറുങ്ങി ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമുക്കും ദൈവം ഊനമില്ലാത്ത ആരോഗ്യമുള്ള, ആമേൻ, തലമുറകളെ തന്ന ദൈവത്തിന് ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. കരമുയർത്തി ഒരിക്കലൂടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമുക്ക് തന്ന അനുഗ്രഹീതരായ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ഒന്ന് അഭിഷേകം ചെയ്യാൻ, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി, ആമേൻ, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ തലമുറകളെ ദൈവം ഒന്ന് അഭിഷേകം ചെയ്യാൻ, ദൈവം അവരെ സന്ദർശിക്കേണ്ടതിന്, ദൈവം അവരെ ഉപയോഗിക്കേണ്ടതിന്, ആമേൻ, അല്പനിമിഷങ്ങൾ കർത്താവിനോട് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി നടക്കുന്ന ഈ യോഗത്തിനകത്ത് ഞാൻ വിശ്വസിക്കുകയാണ്, ആമേൻ, യിരെമ്യാവിനെ അവന്റെ ബാല്യം മുതൽ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി, മഹത്വമുള്ള ശുശ്രൂഷ
രക്ഷയ്ക്ക് വേണ്ടി സർവശക്തനായ ദൈവം അവരെ വേർതിരിച്ച ദൈവം ഉപയോഗിച്ചെങ്കിൽ കരയുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന മാതാവേ, ദൈവം അന്വേഷിക്കുന്ന ദൈവവൈതലേ, ഈ രാത്രി വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോയെന്ന്, നിന്റെ തലമുറ കൈവിടപ്പെട്ടു പോയെന്ന് നിന്റെ ഹൃദയത്തിനകത്ത് തേങ്ങലുണ്ടെങ്കിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി ഒരു പ്രവചന ദൂതുപോലെ നിന്നോട് ഇടപെടുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ തലമുറയ്ക്ക് മീതെ ഇറങ്ങി വരുന്ന ദിവസങ്ങളാണ്. യേശുവിന്റെ നാമത്തിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുകയാ, ബെസലേലിനെ പേർചൊല്ലി വിളിക്കുന്നത് പോലെ ദൈവം നിന്റെ തലമുറയെ ഈ ദിവസങ്ങൾ പേർചൊല്ലി വിളിച്ച ഒരു ദിവ്യമായ ദൈവിക അഭിഷേകത്തെ ദൈവം പകരുമെന്ന് ആത്മാവ് ദൂത് പറയുകയാ. നമ്മുടെ കർത്താവിന് നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എത്രയോ തലമുറകൾ ലോകത്തിന്റെ വഴികളിൽ, പാപത്തിന്റെ വഴികളിൽ നടക്കുമ്പോൾ ശക്തമായി ബാല്യം മുതൽ ദൈവത്തിൻ്റെ പ്രവാചകനായി ദൈവം ഇരമിയാവിനെ ഉപയോഗിക്കുന്ന മനോഹരമായ കാഴ്ച തിരുവചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകനായ ഇരമിയാവ് തൻ്റെ ജനത്തോട് പറയുകയാണ്, കരയാതെ വണ്ണം നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ വണ്ണം നിന്റെ കണ്ണും നീ എന്ത് ചെയ്യണം, അടക്കിക്കൊള്ളുക. നിന്റെ പ്രവർത്തിക്ക് അവൻ പ്രതിഫലം തരുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ഭൂമിയുടെ പരപ്പിൽ അർഹമായ പ്രതിഫലങ്ങൾ ഒന്നും നിനക്ക് ലഭ്യമായില്ലെന്ന് തോന്നിയാലും ദൈവമുഖത്തേക്ക് നോക്കുന്ന ദൈവവൈതലേ, ലജ്ജിപ്പിക്കാത്ത തമ്പുരാൻ പറയുകയാണ്, അവൻ നിനക്ക് പ്രതിഫലത്തെ തരുന്ന ദൈവമാണ്. ഈ 2026 രണ്ടാം മാസത്തിൽ നാം ആയിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ കരയുന്ന, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് എൻ്റെ ദൈവത്തിൽ നിന്നൊരു മറുപടി, എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരു പ്രതിഫലം വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ സന്തോഷത്തോടെ അല്പനിമിഷം കൂടെ ദൈവത്തിന് ഒന്ന് സ്തോത്രം പറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില പ്രതിഫലങ്ങളെ ദൈവം കൈമാറുന്ന ദൈവ പദ്ധതിക്കായി സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ബാല്യം മുതൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന യിരെമ്യാവ് അനുഗ്രഹീതനായ പ്രവാചകൻ. മത്തായി എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ ഇതേ ഉദ്ധരണി അവിടെ കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വായിച്ചാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 17-18. റാബയിൽ ഒരു ശബ്ദം കേട്ടു, രാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു, അവർ ഇല്ലായ്കയാൽ ആശ്വാസം കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. അന്ന് നിവർത്തിയായി. നോക്കിക്കേ, സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവിൻ്റെ ജനനം, യേശുവിൻ്റെ ജനനം അത്ഭുതമാണ്, യേശുവിൻ്റെ ജീവിതം അത്ഭുതമാണ്, യേശുവിൻ്റെ മരണവും അത്ഭുതമാണ്. സ്തോത്രം. യേശു കർത്താവ് ജനിക്കുന്ന സമയത്ത് വിദ്വാൻമാര് യേശുവിൻ്റെ ജനന വാർത്ത അറിയുകയാണ്. യേശുവിൻ്റെ ജനന വാർത്ത വിദ്വാൻമാർ അറിയുമ്പോൾ യേശുവിനെ കാണേണ്ടതിനായി വിദ്വാൻമാർ പുറപ്പെടുകയാണ്. എങ്ങനെയാണ് അവർ പോയത്? നക്ഷത്രം അവർക്ക് വഴികാട്ടിയെന്നാണ്. ദൈവത്തിന് സ്തോത്രം. വിദ്വാൻമാർ കാത്തിരുന്ന, ആഗ്രഹിച്ചിരുന്ന മശിഹയുടെ ജനന വാർത്ത അവരറിയാനിടയായപ്പോൾ അവർ സന്തോഷത്തോടെ യേശുവിനെ കാണുവാൻ കടന്നു പോകുകയാണ്. അവർക്ക് വഴി കാണിക്കുവാൻ നക്ഷത്രം അവർക്ക് മീതയുണ്ട്. നക്ഷത്രം അവരെ വഴി കാണിക്കുമ്പോഴും അവരുടെ ബുദ്ധി അവരോട് പറയുകയാണ്, രാജാവായി പിറന്നവൻ എവിടെയായിരിക്കും പിറക്കാൻ സാധ്യത? കൊട്ടാരത്തിനകത്താണ്. അതുകൊണ്ട് നക്ഷത്രം വഴി കാണിക്കുന്നെങ്കിലും ബുദ്ധിപരമായ ഒരു നീക്കം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. അവർ കൊട്ടാരത്തിനകത്ത് കയറി ചെന്നിട്ട് എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവരെന്ന് ചോദിക്കുമ്പോൾ
ഹെരോദാവ് ഞെട്ടുകയാണ്. സ്തോത്രം. ആമേൻ. രാജാവായി ഒരുവൻ ജനിക്കപ്പെട്ടിരിക്കുന്നു. തൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വാർത്ത ഹെരോദാവ് കേട്ടു. എന്നാൽ താൻ സംയമനത്തോടെ അവരെ പറഞ്ഞു വിടുകയാണ്. നിങ്ങൾ പോയി ശിശുവിനെ കണ്ട് വണങ്ങി നമസ്കരിച്ചിട്ട് ഇതുവഴിയായി മടങ്ങി വരണമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ആമേൻ. ദൈവത്തിന്റെ ആലോചന കേട്ട് ദൈവം അവർക്ക് നക്ഷത്രത്താൽ വഴി കാണിച്ച് അവരെ കൊണ്ടുപോകേണ്ടുന്ന കൃത്യതയാർന്ന ഇടത്തിലേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ച് ബുദ്ധിപരമായ ഒരു നീക്കം നിമിത്തം അവിടെ സംഭവിച്ചത് ഒരു വലിയ നിലവിളിക്ക് വേണ്ടി, ഒരു വലിയ കരച്ചിലിന് വേണ്ടി വേദിയൊരുങ്ങാൻ ദേശത്ത് ഹെരോദ്യ മേഖലകൾ വലിയ ആജ്ഞ പുറപ്പെടുവിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. സ്തോത്രം. അവർ യേശുവിനെ പോയി കണ്ടു. അവർ യേശുവിനെ നമസ്കരിച്ചു. പൊന്നും മൂരും കുന്തിരിക്കവും ഒക്കെ അവർ യേശുവിന് മുമ്പിൽ കാഴ്ചവെച്ചിട്ട് അവര് വന്ന വഴിയെ മടങ്ങിപ്പോകാതെ മറ്റൊരു വഴിയായി എന്ത് ചെയ്തു? മടങ്ങിപ്പോയി എന്ന ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത്. സ്തോത്രം. ശത്രു പദ്ധതികളൊക്കെ മെനഞ്ഞ് കാത്തിരിക്കയാണ് അവർ ഇതുവഴി മടങ്ങി വരുമെന്ന്. പക്ഷേ ദൈവത്തിന്റെ ദൂതൻ അവരോട് ഇടപെടുകയാണ്. ഈ വഴി പോകരുത്, നിങ്ങൾ പോകേണ്ടുന്നത് മറ്റൊരു വഴിയായിരിക്കണം. ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദൈവഹിതമില്ലാത്ത വഴികളിൽ, ദൈവഹിതമില്ലാത്ത റൂട്ടിൽ നാം അകപ്പെട്ടു പോയാൽ അവിടെയും ദൈവത്തിന്റെ ഇടപെടലുകൾ നമുക്കുണ്ടാകും. കുഞ്ഞേ, ഈ വഴി അനർത്ഥത്തിന്റെ വഴിയാണ്. ഇതാണ് വഴി എന്ന് പറഞ്ഞ് നമ്മളെ കൈക്ക് പിടിച്ച് നടത്താൻ കഴിവുള്ള നല്ല ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായി സന്തോഷത്തോടെ നമ്മുടെ ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹെരോദാവ് പ്രതീക്ഷിച്ച കാര്യം നടന്നില്ല. അവരതുവഴി മടങ്ങി വന്നുമില്ല. അവർ മറ്റൊരു വഴിയായി പോയി എന്ന് ഹെരോദാവ് അറിഞ്ഞപ്പോൾ ഹെരോദാവ് ചെയ്തതെന്താണ്? 2 വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാൻ ഹെരോദ്യ മണ്ഡലം കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ആരാധനയ്ക്കിറങ്ങിത്തിരിച്ചവൻ, നമസ്കരിപ്പാൻ പോയവൻ അനുസരണക്കേട് കാണിച്ചതു നിമിത്തം ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ ആ ദേശത്ത് മരിക്കപ്പെടാനിടയാകുകയാണ്. പ്രവാചകൻ പ്രവചിച്ചതുപോലെ വലിയ നിലവിളിയും വലിയ കണ്ണുനീരും വെളിപ്പെട്ടു വരുന്ന ഒരു കാഴ്ച ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദൈവഹിത പ്രകാരം യാത്ര ചെയ്യുവാൻ, ദൈവത്തിന്റെ വഴികളിൽ തന്നെ യാത്ര ചെയ്യുവാൻ മനസ്സ് വെക്കുന്ന ദൈവമക്കളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. എനിക്ക് ഇവിടെ വായിച്ചപ്പോൾ അത്ഭുതം തോന്നിയ കാര്യം, ആരാധിപ്പാൻ ഇറങ്ങിത്തിരിച്ചവൻ ഇടവഴികളിൽ അവന്റെ റൂട്ട് തെറ്റിയപ്പോൾ തലമുറകളിൽ നിലവിളി വെളിപ്പെട്ടു വരാനിടയായി, തലമുറകളിൽ കരച്ചിൽ വെളിപ്പെടാനിടയായി, തലമുറകൾ തകരുവാനിടയായി. ദൈവത്തിനോട് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്നും ദൈവത്തിന്റെ വിളി കേട്ട് ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങിത്തിരിച്ച ജനമാണ് നാം. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ വഴി വിട്ടുമാറുന്നുണ്ടെങ്കിൽ ഓർത്തോ, തലമുറകളെ സന്ദർശിക്കപ്പെടാൻ, തലമുറകളിൽ തകർച്ച വെളിപ്പെടാൻ അത് കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവവഴി വിട്ടുമാറാതെ ദൈവത്തിന്റെ വഴികളിൽ തന്നെ നടപ്പാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുന്നതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. നീ ദൈവത്തെ മറക്കുമ്പോൾ, നീ ദൈവത്തിന്റെ വഴി വിട്ടുമാറുമ്പോൾ, നീ ദൈവത്തിന്റെ റൂട്ടിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ തലമുറകളിലാണ് അതിന്റെ തകർച്ച ഉണ്ടാകുന്നതെന്ന് നാം തിരിച്ചറിയാനിട യാകണം. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നല്ല ആരാധിക്കാൻ സഭാഹോള്, ആരാധിക്കാൻ നല്ല ആത്മീയ അന്തരീക്ഷം, അനുഗ്രഹീതമായ എല്ലാ ക്രമീകരണങ്ങളും ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ടും ഇടയ്ക്ക് ബുദ്ധി പറഞ്ഞ് ബുദ്ധിയുടെ വഴികളിൽ യാത്ര ചെയ്തിട്ട് ദൈവത്തിന്റെ റൂട്ടിൽ നിന്ന് മാറുമ്പം ആവർത്തിച്ചു ഞാൻ പറയുന്നു, നഷ്ടം നമ്മുടെ കൂടാരത്തിനാണ്, നഷ്ടം നമ്മുടെ തലമുറകളിലാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ദൈവത്തിന്റെ റൂട്ടിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ കർത്താവിങ്കലേക്ക് മടങ്ങി വരാനിടയാകട്ടെ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥിപ്പാനിടയാകട്ടെ. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും നമ്മുടെ തലമുറകളും. നാം പ്രാർത്ഥിക്കുന്നവരാണോ,
നമ്മൾ ഉപവസിക്കുന്നവരാണോ, നമ്മൾ കരയുന്നവരാണോ, നമ്മൾ ദൈവമുഖം അന്വേഷിക്കുന്നവരാണോ, നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയായി മാറും? അങ്ങനെ തന്നെ ആയിരിക്കും. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ആമേൻ, എവിടെയെങ്കിലും നമ്മുടെ തീരുമാനങ്ങളിൽ മാറ്റമുണ്ടായിട്ട് അരുതാത്ത വഴികളിൽ യാത്ര ചെയ്യുന്നെങ്കിൽ, മടങ്ങി വരാൻ നാം തയ്യാറാകുന്നെങ്കിൽ, നമ്മളെ ഓർക്കാൻ, നമ്മളെ അനുഗ്രഹിപ്പാൻ ആമേ സർവശക്തനായ ദൈവം, ആമേ വിശ്വസ്തനായ ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ കർത്താവിന് നല്ല സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികളിൽ തന്നെ, ബാല്യത്തിൽ തന്നെ ആമേൻ, മനസ്സറിയാതെ ഒത്തിരി കുഞ്ഞുങ്ങൾ തകർക്കപ്പെടാനിടയായി. സ്തോത്രം. ആമേൻ. ഇന്ന് ഈ ആമേൻ യേശുവിന്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ചാൽ വാഗ്ദത്ത സന്തതിക്കെതിരെ അന്നും ഇന്നും എന്നും ശത്രു പൊരുതിയിട്ടുണ്ട്. ശത്രു ശക്തമായ പോരാട്ടങ്ങളെ അഴിച്ചുവിട്ടിട്ടുണ്ട്. ആമേൻ. എന്നാൽ അതിൻ്റെ എല്ലാം അവസാനം വാഗ്ദത്ത സന്തതിയുടെ മേൽ ജയമാണ് വെളിപ്പെടാനിടയാകുന്നത്. യേശു കർത്താവിനെയാണ് ലക്ഷ്യം വെച്ചത് ഇല്ലാതാക്കി കളയാൻ. വാഗ്ദത്ത സന്തതി എന്ത് ചെയ്യണം? ഇല്ലാതാകണം, നഷ്ടപ്പെടണം. ഇതായിരുന്നു ആമേ ഹെരോദാവിലൂടെ ശത്രു പദ്ധതി ഇട്ടത്. പക്ഷേ ശത്രുവിന്റെ പദ്ധതി നടന്നില്ല. വാഗ്ദത്തത്തെ തൊടാൻ സർവശക്തനായ ദൈവം അനുവദിച്ചില്ല. ഞാൻ ആവർത്തിച്ചു പറയാം, നിന്റെ തലമുറ ഒരു വാഗ്ദത്ത സന്തതിയാണ്. നിന്റെ തലമുറ കണ്ണുനീരിന്റെ മറുപടിയാണ്. അതിനെയാണ് ശത്രു ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ ഒന്നുറപ്പിച്ചു പറയാം, കരയുന്ന ആമേ പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കണ്ണുനീർ അതിന്റെ പിൻപിലുണ്ടെങ്കിൽ ആമേ ശത്രുവിന്റെ പദ്ധതി നടക്കത്തില്ല. വാഗ്ദത്ത സന്തതിയെ തൊടാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല, കർത്താവ് അതിന്റെ മേൽ ജയം തരുന്ന ദൈവമാണ്. അല്ലേ? മോശക്കുഞ്ഞ് ജനിച്ചു വീണപ്പം ആമേൻ, ആ സമയത്ത് ഫറവോന്റെ കൽപ്പനയാണ്, ആൺകുഞ്ഞുങ്ങളെ എല്ലാം എന്ത് ചെയ്യണം? നൈൽ നദിയിൽ എറിഞ്ഞു കളയണം. നോക്കിക്കേ, എത്ര ക്രൂരമായ നടപടിയാണെന്ന് നോക്കിക്കേ. തിറവുള്ള അനുഗ്രഹിക്കപ്പെട്ട ആമേൻ എബ്രയ സ്ത്രീകൾ, അവർക്ക് ജനിക്കപ്പെടുന്ന അനുഗ്രഹീതരായ തലമുറകൾ ആമേൻ, അതിലെ സൂതികർമ്മിണികൾ ആൺകുഞ്ഞുങ്ങളാണെന്ന് കാണുമ്പോൾ നൈൽ നദിക്കകത്ത് എറിഞ്ഞു കൊന്നുകളയുന്ന ഭീകരമായ കാഴ്ച. എന്നാൽ നിങ്ങൾ നോക്കിക്കേ, മോശയോടുള്ള ബന്ധത്തിൽ അവനൊരു വാഗ്ദത്ത സന്തതിയാണെന്ന് തിരിച്ചറിഞ്ഞ്, അവനിൽ ദിവ്യത്വമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ അപ്പനും അമ്മയും അവനെ മറച്ചു വെച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് വായിക്കുന്നു. ഞാൻ ആവർത്തിച്ചു പറയുന്നു, വാഗ്ദത്തമുള്ളതിനെ ദൈവസന്നിധിയിൽ മറച്ചു വെച്ചു പ്രാർത്ഥിച്ചോ, അത് തകരാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ ദൂത് ഇന്ന് രാത്രി പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ആമേൻ, നിനക്ക് തന്നത് വാഗ്ദത്തമുള്ള തലമുറയാണ്. ദേശത്ത് അനേക തലമുറകൾ തകരുമ്പോഴും മാതാവേ, പിതാവേ, നിനക്ക് തന്നത് വാഗ്ദത്ത സന്തതിയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഒന്ന് മറച്ചു പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകുന്നെങ്കിൽ, ഫറവോന്റെ കൽപ്പനയെ ഭയപ്പെടാതെ ധൈര്യത്തോടെ മാതാപിതാക്കൾ ആമേൻ അവനെ മറച്ച് പ്രാർത്ഥിപ്പാൻ തയ്യാറായപ്പോൾ ദൈവത്തിന്റെ കരം അനുകൂലമായി വെളിപ്പെട്ടു വരാനിടയായി. ദൈവത്തിനോട് നല്ല സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. വാഗ്ദത്തം തകരാൻ ദൈവം അനുവദിക്കത്തില്ല. കർത്താവിൻ്റെ സംരക്ഷണം അതിൻ്റെ മീതെ ഉണ്ടാകും. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അവൻ ഒത്തിരി കുഞ്ഞുങ്ങളെ മുക്കിക്കൊന്ന ഈ ഫറവോനെ സൈന്യത്തെയും സർവശക്തനായ ദൈവം എന്ത് ചെയ്തു? ദൈവം അവരെ മുക്കിക്കൊന്നു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവൻ പ്രാർത്ഥിക്കുന്നവനെതിരെ ആയുധമെടുത്ത് പുറപ്പെടുമ്പോൾ, അവനെതിരെ വെല്ലുവിളികളെ മുഴക്കുമ്പോൾ ഓർത്തോണം, അതേ നാണയത്തിനകത്ത് തന്നെ എൻ്റെ ദൈവം തിരിച്ച മറുപടി നൽകുന്ന ദൈവമാണ്. ഒരുപക്ഷെ നിനക്ക് പ്രതികരിക്കാൻ ത്രാണി കാണത്തില്ല, ഒരുപക്ഷെ നിനക്ക് കരയാൻ മാത്രമാണ് അറിയാവുന്നത്. പക്ഷേ അവൻ നിനക്ക് വേണ്ടി നിന്റെ ദൈവം എഴുന്നേൽക്കുന്ന ദൈവമാണ്. അവൻ അനധികൃതമായി അനാവശ്യമായി അവൻ തലമുറകളെ തകർക്കുമ്പോൾ, ഫറവോനെ അവൻ നിലവിളി ദൈവത്തിന്റെ സന്നിധിയിലെത്തുമ്പോൾ അങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ച ആ ഫറവോനെയും കൂട്ടരെയും എൻ്റെ ദൈവം കടലിനകത്ത് മുക്കിക്കളഞ്ഞതുപോലെ ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ആമേൻ, നിനക്കെതിരെ ആമേൻ ശത്രു പുറപ്പെടുവിക്കുന്ന ചില വെല്ലുവിളികളെ കണ്ട് ഭയപ്പെടുകയല്ല. ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ എന്നേക്കുമായി ചിലതിനെ മുക്കിക്കളയുന്ന, എന്നേക്കുമായി ചിലവരെ ഇല്ലാതാക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയുടെ കരങ്ങൾ ഇന്ന് രാത്രി ഓ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ.
വാഗ്ദത്തമുള്ളത് തകരാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ പറയട്ടെ, ഈ ജനത്തെ ദൈവം അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ദൈവം വിടുവിച്ചവൻ്റെ പുറകെയാണ് ആമേൻ ഫറവോൻ ഇറങ്ങിത്തിരിച്ചത്. ആമേൻ, ദൈവം വിടുവിച്ചിട്ടും ഫറവോൻ വിടാൻ തയ്യാറല്ല. പക്ഷേ അവസാനത്തെ പിന്തുടർച്ചയായിരുന്നു. അതോടുകൂടെ ആ പിന്തുടർച്ച എൻ്റെ ദൈവം എന്നേക്കുമായി നിർത്തൽ ചെയ്തെങ്കിൽ, ദൈവാത്മാവിനോട് പറയുന്നു, ചിലതിനെ ദൈവം നിർത്തൽ ചെയ്യുന്ന ദൈവമാണ്. ഇനി അത് തുടരാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ പറയുന്നത് നിന്റെ തലമുറയെ പിന്തുടരുന്ന ചില വിഷയങ്ങളെ ദൈവം ബ്രേക്ക് ചെയ്യുന്ന രാത്രിയാണെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുക. അവനെ മുന്നോട്ട് വിടാതെ അവന്റെ സ്വസ്ഥതയ്ക്കെതിരെ, അവന്റെ വിദ്യാഭ്യാസത്തിനെതിരെ, അവന്റെ ഭാവിക്കെതിരെ, അവന്റെ ശാരീരിക വിടുതലിനെതിരെ, സൗഖ്യത്തിനെതിരെ പിടിക്കുമെന്ന് പറഞ്ഞ് പുറകെ ഇറങ്ങിത്തിരിക്കുന്ന ചിലത് തമ്പുരാൻ ഇന്ന് രാത്രി പറയുക, എന്നേക്കുമായി എന്റെ ദൈവം ചിലതിനെ നിർത്തൽ ചെയ്യുന്ന ദൈവമാണ്. ഉറപ്പും ധൈര്യമുള്ള ദൈവമക്കൾ ആ കരങ്ങളൊന്ന് ഉയർത്തി നമ്മുടെ കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. വാഗ്ദത്ത സന്തതികൾക്കെതിരെയുള്ള വെല്ലുവിളികളെ നിർത്തൽ ചെയ്യുന്ന ദൈവമാണ്. ഇവിടെ യേശു കർത്താവിന്റെ ജനനത്തിങ്കൽ തന്നെ ശത്രു ഒരുക്കിയ പദ്ധതികൾ, എന്നാൽ വലിയ കരച്ചിലും നിലവിളിയും വെളിപ്പെട്ട സ്ഥാനത്ത് വാഗ്ദത്തത്തിൻ്റെ സന്തതിയെ ദൈവം സംരക്ഷിച്ചവനായ ദൈവമാണ്. ഒരു വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം 30-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം കൂടെ ഒന്ന് വേഗം വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 30-ന്റെ 1 കൂടെ വായിച്ച്. ആമേൻ. റാഹേലിന്റെ നിലവിളിയെ കുറിച്ചാണ് നാം വായിച്ചത്. ഇവിടെ നിലവിളിക്കുന്ന 1-ാമത്തെ വിഷയം, അവൾക്ക് എന്തില്ല? മക്കളില്ല. സ്തോത്രം. നാം ഒത്തിരി പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. ലേയ്ക്ക് സൗന്ദര്യത്തിൻ്റെ കുറവുകളുണ്ടെങ്കിലും അതിനെ പരിഹരിക്കാൻ ദൈവം അവൾക്ക് അനുഗ്രഹീതരായ തലമുറകളെ നൽകി. റാഹേലിന് തലമുറയില്ല. ആമേൻ. അവൾ നിലവിളിക്കുകയാണ്. അവൾ പറയാണ്, മക്കളെ തരുന്നില്ലെങ്കിൽ ഞാൻ മരിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന അവളുടെ നിലവിളിയെ ദൈവം ഓർത്തിട്ട് അനുഗ്രഹിക്കപ്പെട്ട യോസേപ്പിനെയും ബെന്യാമീനെയും ദൈവം നൽകി കൊടുപ്പാനിടയായെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ ജനമേ, നിലവിളിക്ക് പ്രതിഫലം തരാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ കോട്ടേജ് മീറ്റിങ്ങിൽ ഞാൻ എൻ്റെ വാക്കുകൾ പര്യവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ നിലവിളിയെ എൻ്റെ ദൈവം കേട്ടിട്ട് മനുഷ്യനാൽ പരിഹരിക്കപ്പെടാൻ കഴിയാത്തത് അവൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവൾക്ക് മറുപടികളെ കൊടുക്കുന്നത് പോലെ നിന്റെ നിലവിളിക്ക് ദൈവം മറുപടിയെ തരും. ദൈവം നിന്നെ മാനിക്കും. സ്തോത്രം. ദൈവം പ്രതിഫലം തരുന്ന ദൈവമാണ്.